ഹായ്, അപ്പോൾ നമ്മളിതേ അടുത്ത ദിവസം അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ തന്നെ ഞങ്ങൾ വെച്ചു ഇതേനെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണു. അതായത് നമ്മുടെ ഗൈഡ്. അപ്പോൾ നമ്മളിന്ന് സിറ്റി ടൂറാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് സൺഡേ ആയ കാരണം തോന്നുന്നു റോഡിലൊന്നും ആൾക്കാരില്ല. പിന്നെ നോർമലി ഇന്നലത്തേക്കാളും കുറച്ചും കൂടി തണുപ്പ് കുറവുണ്ട് ഇന്ന് കേട്ടോ. സാധാരണ നമ്മൾ ഇന്നലെ പോകുമ്പോൾ ഇവിടെ ഐസ് കിടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെയൊക്കെ ഐസ് ഉണ്ട്, പക്ഷെ റോഡ് സൈഡിലൊന്നും ഐസ് കാണാനില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വെയിലുണ്ട്, പക്ഷെ വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂടില്ല അല്ലേ. ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസ് ഒന്നും ഇട്ടാണ്ട് പുറത്തിറങ്ങാനേ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് പ്ലേസ് എവിടെയാണെന്നുള്ളത് അറിയില്ല, നമ്മളവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ, ഹായ്, നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. അർമേനിയയുടെ മ്യൂസിയം ആണ്. Hi. This is the memorial of genocide of Armenia. This is the museum. Museum is free. You can go and see. You have 40 minutes. In 11, ഓക്കെ, I wait you in ഓക്കെ, car. ഓക്കെ. Okay. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് അർമേനിയൻ ജിനോസൈഡ് മെമ്മോറിയൽ കോംപ്ലക്സ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മ്യൂസിയം ആണ്. അർമേനിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മ്യൂസിയം ആണ്. കുറെ മരിച്ച ആൾക്കാരുടെ ഇത് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത കണ്ടോ നിങ്ങൾ? ഇതിലൊന്നും ഇവര് ഓപ്പണിംഗ് അവേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. 11 to 16 മ്യൂസിയം അവര് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. 11 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവം, എന്തോ ഒരു പിരമിഡ് എന്തോ ഉണ്ട്, അത് കാണാം. അപ്പൊ അത് കണ്ടിട്ട് വരാം. ഈ സ്തൂപങ്ങളിൽ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ നല്ല എന്താ പറയാ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മരിച്ച ആൾക്കാരെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാൻ പോയിട്ട് ചില അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് നമുക്ക് മനസ്സിലായില്ലേ, ഒരു ശവകുടീരാണ് അത് ശരിക്കും. അവരുടെ ഫോട്ടോ ഉണ്ട് അവിടെ. അത് അവരുടെ ലാംഗ്വേജിൽ എഴുതിയേക്കണം. 1950 1992 മരിച്ചതാണ്. 1990 ഞാൻ ജനിച്ചപ്പോ മരിച്ചതാ. ഫോട്ടോ കാണാം. ഇത് 1990 അപ്പൊ 990. ശരിയാ, എനിക്ക് തോന്നുന്നു അപ്പളാ ഇവർക്ക് ഇത് കിട്ടിണ്ടാവുക, ഫ്രീഡം. ഇത് നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ സ്ഥലം. വേറെ നല്ല ഭംഗിയുണ്ട്. താഴെ പട്ടണം ശരിക്കും കാണാൻ പറ്റും. നന്നായിട്ടാണ് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ. നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു താമരപ്പൂ പോലെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കിട്ടാതിന്റെ മേലെ കയറാനൊക്കെ നോക്കി നാണം കെട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നല്ല ഇവരുടെ ഒരു വീരജ്യോതി എന്നൊക്കെ പറയണ പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ കുറെ പേര് റോസാപ്പൂ കൊണ്ടുവച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട്. അമർജ്യോതി. കുറേ പേരുടെ കൂട്ടക്കൊല ചെയ്ത സ്ഥലമാണ് ഈ അർമേനിയ കേട്ടോ. 25 ലക്ഷം പേരോളം മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അതിൽ എഴുതിയേക്കണത്. അർമേനിയൻ കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട്. എന്നും എന്ന് പറഞ്ഞ പോലെ യുദ്ധമായിരുന്നു ഇവിടെ. അപ്പോൾ ആ യുദ്ധത്തിൽ മരിച്ചവരുടെയൊക്കെ ഒരു ഓർമ്മയ്ക്കാണ് ഇവിടെ പൂവൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ആ കഥകളായിരിക്കും എന്ന് വിചാരിക്കണു. കിട്ടൊക്കെ തൊഴുന്നുണ്ട്. ഇവിടെ 2 സ്തൂപങ്ങളുണ്ട്. ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ,
ഇപ്പം ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ എന്താ സംഭവം. ഇതാണ് അവിടെയുള്ള ആ മ്യൂസിയത്തിലുള്ളത് പറഞ്ഞത്. മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഈ ഒരു സ്തൂപാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ സംഭവം എന്ന് നമുക്കറിയില്ല അല്ലേ. അതിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. പിന്നെ ആ ചെടി നട്ടക്കണത് മുഴുവൻ ഓരോരുത്തരും മരിച്ച ആൾക്കാരുടെ പേരിലും പിന്നെ ഇവിടുത്തെ പ്രസിഡന്റിന്റെ പേരിലൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട കുറെ ചെടികൾ ഇതിന് ചുറ്റും ഉണ്ടല്ലോ, മരങ്ങളൊക്കെ നട്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അർമേനിയ മൊത്തവും കാണാം. ആ കാണുന്നതാണ് ഒരു മോള്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഏറ്റവും വലിയ മോൾ എന്നാ പറഞ്ഞു ഇവിടുത്തെ. പക്ഷെ ഇവിടെ അത്രയ്ക്ക് ഇനി ഉണ്ടാവുള്ളൂ. പിന്നെ അതാ കാണുന്നത് സ്റ്റേഡിയം, ഇവിടുത്തെ അർമേനിയൻ സ്റ്റേഡിയം ആണത്. പിന്നെ അത് സിറ്റി. പിന്നെ അവിടെ ഐസുമല കാണാണ്ടോ നിങ്ങൾക്ക്? കണ്ടോ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ല ക്ലൈമറ്റ്. ഒരു എന്താ പറയാ ചരിത്രം പുരാതനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഡെസ്റ്റിനേഷൻ ആണ്. നല്ല ഒരു കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇതാണ് കേട്ടോ നമ്മുടെ റെഡ് ബെറീസ് ഇല്ലേ, നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടണില്ലേ ബോക്സിലായിട്ട്, നിറച്ച് റെഡ് ബെറീസ്. ഇന്നലെ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു, പക്ഷെ വണ്ടിയിൽ പോയ കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ബ്ലൂബെറീസ് പോലെ തന്നെ റെഡ് ബെറീസ് നിറച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇതേന ഞങ്ങൾ കുറച്ച് പറിച്ചിട്ടുണ്ട്.